ഓരോ ചാപ്റ്ററിൽ നിന്നും ഞാൻ ഇനി പറയാൻ പോകുന്ന ടോപ്പിക്കുകളെങ്കിലും എൻ്റെ മക്കൾ പഠിച്ചിട്ട് പോകണേ. സമയമല്ലേ പഠിക്കാൻ, ഒറ്റ ദിവസമുള്ളൂ. ഇനി എന്തൊക്കെ പഠിക്കും എന്നൊക്കെ പേടി ആവുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. പഠിച്ച് എവിടെ എത്തിയില്ല എന്നൊക്കെ പറയുന്ന സ്റ്റുഡൻസ് ഉണ്ടാവും. പഠിച്ചൊക്കെ കഴിഞ്ഞവരുണ്ടാവും. അവർക്ക് ഒന്ന് റിവിഷൻ പോലെ ഇതൊക്കെ പഠിച്ചില്ലെന്ന് ഉറപ്പിക്കാം. പഠിക്കാത്തവർ ഈ ടോപ്പിക്കുകളെങ്കിലും, ഞാൻ ഒരു ചാപ്റ്ററിലെ എല്ലാ ടോപ്പിക്കും ഒന്നും പറയുന്നില്ല, കാരണം നിങ്ങൾക്ക് സമയം പ്രശ്നമായിരിക്കും. അപ്പം നിർബന്ധമായിട്ട് ഈ ടോപ്പിക്കെങ്കിലും പഠിച്ചു പോയില്ലേ പാസ്സാവുക, അല്ലെങ്കിൽ പിന്നെ നല്ലൊരു മാർക്ക് കിട്ടുക എന്നൊക്കെ നിങ്ങൾ പറയുമല്ലോ. അപ്പം അതിലേക്ക് ഈ ടോപ്പിക്കുകളെങ്കിലും, ഇപ്പോൾ സം ബേസിക് കോൺസെപ്റ്റ്സ് എന്നാണെങ്കിൽ ഞാൻ ഈ പറയുന്ന ടോപ്പിക്കുകളെങ്കിലും പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ PDF നിങ്ങൾക്ക് പിന്നെ എന്താണ് പറയുക, ഡിസ്ക്രിപ്ഷനിൽ തരുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് അവിടുന്ന് എടുക്കാം. അപ്പം നിങ്ങൾ നോക്കിയിട്ട് പഠിച്ച് പോവുക കേട്ടോ. ഹോമോജീനിയസും ഹെട്രോജീനിയസ് മിക്സും തമ്മിലുള്ള ഡിഫറൻസ് അത് പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കണം. ദെൻ എല്ലാ നിയമങ്ങളും, എല്ലാ ലോസും, ലോസ് ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, അതുപോലെ തന്നെ പിന്നെ ലോ ഓഫ് ഡെഫിനിറ്റ് പ്രൊപ്പോർഷൻ, ലോ ഓഫ് മൾട്ടിപ്പിൾ പ്രൊപ്പോർഷൻ, അത് പറഞ്ഞ സയന്റിസ്റ്റ് ആരാണ്, ഇതൊക്കെ നിങ്ങൾ പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കണം. സം ബേസിക് കോൺസെപ്റ്റ്സ് എന്നുള്ള ഭാഗങ്ങളാണ് പറയുന്നത് കേട്ടോ. ഗേ-ലുസാക്സ് ലോ ഓഫ് ഗേഷ്യസ് വോളിയംസ്, അവഗാഡ്രോസ് ലോ, ഈ 5 ലോസും നിങ്ങൾ പഠിച്ചിട്ടില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ നിങ്ങൾ മോളിക്കുലാർ ഫോർമുല, എംപിരിക്കൽ ഫോർമുല, എന്താണ് മോളിക്കുലാർ ഫോർമുല, എന്താണ് എംപിരിക്കൽ ഫോർമുല, അവർ തമ്മിലുള്ള റിലേഷൻ എന്താ എന്ന്, ഇതൊക്കെ ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അതുകൊണ്ടാണ് ഇതെങ്കിലും പഠിച്ചു പോകാന്ന് പറയുന്നത്. ദെൻ സ്റ്റോഷിയോമെട്രിക് കാൽക്കുലേഷൻസ്, അതായത് ഇതിൽ വരുന്ന ഒരു ന്യൂമറിക്കൽ ഭാഗത്ത് നിന്ന് വരുന്നതാണ്. ഒരു പിന്നെ ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ വന്നിട്ട് അതിൻ്റെ റേഷ്യോ വെച്ചിട്ട് ഉള്ള ചോദ്യങ്ങൾ, ന്യൂമറിക്കൽസ് വരാറുണ്ട്. അപ്പോൾ അത് അങ്ങനത്തെ ടൈപ്പ് നിങ്ങൾക്ക് അറിയില്ലേ എന്ന് ഉറപ്പുവരുത്തി പോവുക. ദെൻ ലിമിറ്റിംഗ് റിയേജന്റ് എന്താ എന്നുള്ള അതിൻ്റെ ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, അതും പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ 2 കോൺസെൻട്രേഷൻ ടേം, മൊളാരിറ്റിയുടെ ഡെഫിനിഷനും മൊളാരിറ്റിയുടെ ഇക്വേഷനും, അതുപോലെ തന്നെ മൊളാലിറ്റി, ഇവിടെ മൊളാലിറ്റി എന്നാണ്, മൊളാലിറ്റി അതിൻ്റെ ഡെഫിനിഷനും അതിൻ്റെ എന്താണ് പറയുക, അതിൻ്റെ ഇക്വേഷനും, ഇത്രയും പഠിച്ചില്ലേ. സം ബേസിക് കോൺസെപ്റ്റ്സ് ഓഫ് കെമിസ്ട്രി സിമ്പിളായിട്ട് നിങ്ങൾക്ക് ജസ്റ്റ് ഡെഫിനിഷൻ പ്രകാരമെങ്കിലും ഒക്കെ എഴുതണമെങ്കിൽ ഇത്രയും പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ സ്ട്രക്ചർ ഓഫ് ആറ്റം എന്ന് പറയുന്ന ചാപ്റ്ററിലേക്ക് വരുമ്പോൾ, സ്ട്രക്ചർ ഓഫ് ആറ്റം, റുദർഫോർഡ് മോഡൽ ഓഫ് ആറ്റം, അതിൻ്റെ എല്ലാ മുക്കുമൂലകളും, അതായത് അതിൻ്റെ പോസ്റ്റുലേറ്റ്സ്, ഒബ്സർവേഷൻ, കൺക്ലൂഷൻസ്, അതുപോലെ തന്നെ പോസ്റ്റുലേറ്റ്സ്, ലിമിറ്റേഷൻസ്, അത്രയും പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്ന് പറയുന്ന ടോപ്പിക്ക്, അതിന്ന് ചോദിച്ചാൽ പ്ലാങ്ക്സ് ക്വാണ്ടം തിയറി എന്താണെന്നും അതിൻ്റെ ഒബ്സർവേഷനുകൾ എന്തൊക്കെയാണെന്നുള്ളതും അതിൻ്റെ ഇക്വേഷനുകൾ എന്തൊക്കെയാണെന്നുള്ളതും പഠിക്കുക. ദെൻ ഹൈഡ്രജൻ സ്പെക്ട്രം എന്ന് പറയുന്ന ടോപ്പിക്കിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു ടേബിൾ പറയാനുണ്ട്. ആ ടേബിൾ നിങ്ങൾക്ക് സെറ്റ് അല്ലേ? ഏതൊക്കെയാണ് ഹൈഡ്രജൻ സ്പെക്ട്രത്തെ സീരീസ് എന്നും ആ സീരീസിലുള്ള N1 എന്താണെന്നും ഹൈഡ്രജൻ സ്പെക്ട്രമായിട്ട് ബന്ധപ്പെട്ട ഇക്വേഷൻ എന്താണെന്നുള്ളത് നിങ്ങൾ പഠിച്ചു വെച്ച് സെറ്റാക്കുക. ബോർ മോഡൽ, റുദർഫോർഡ് മോഡലിന് ശേഷം നിങ്ങൾ റുദർഫോർഡ് മോഡലിൻ്റെ എല്ലാം പഠിച്ചതിന് ശേഷം ബോർ മോഡലിൻ്റെ എല്ലാം പോസ്റ്റുലേറ്റ്സ് എല്ലാം സെറ്റ് അല്ലേ, പോസ്റ്റുലേറ്റ്സ് ഉള്ള ഇക്വേഷനുകളൊക്കെ, അത് കാരണം ഡയറക്റ്റ് ആയിട്ട് ചോദിക്കും. അതൊക്കെ 3 മാർക്കിന് പോസ്റ്റുലേറ്റ്സ് ഒക്കെ, അത് പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ 2 സയന്റിസ്റ്റുകൾ, ബോറിന് ശേഷം വന്ന ഡി ബ്രോളി ഇക്വേഷൻ എന്താണെന്നുള്ളത്, ലാംഡ ഈക്വൽ ടു H/mv അല്ലെങ്കിൽ H/p എന്ന് പറയുന്ന ഡി ബ്രോളി ഇക്വേഷനും, ആ ഡി ബ്രോളി ഇക്വേഷൻ എന്തിനാണ് അത് പറഞ്ഞത് എന്നുള്ള പോയിന്റുകളും പഠിക്കുക. ദെൻ ഹൈസൻബർഗ്സ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ, ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ പി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു H/4π ഓർ ഡെൽറ്റ എക്സ് ഇൻറ്റു ഡെൽറ്റ വി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു H/4πm എന്ന് പറയുന്ന ഇക്വേഷൻ, ഹൈസൻബർഗ് അൺസർട്ടനിറ്റി പ്രിൻസിപ്പിളിന്റെ സ്റ്റേറ്റ്മെന്റും, ഇറ്റ് ഇംപോസിബിൾ ടു ഡിറ്റർമൈൻ ദാറ്റ് എന്ന് പറയുന്ന ആ സ്റ്റേറ്റ്മെന്റും പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ ഈ ചാപ്റ്ററിന്റെ ഏറ്റവും അവസാന ഭാഗത്ത് വരുന്ന 4 ക്വാണ്ടം നമ്പേഴ്സ്, പ്രിൻസിപ്പൽ ക്വാണ്ടം നമ്പർ, അസിമുത്തൽ ക്വാണ്ടം നമ്പർ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, സ്പിൻ ക്വാണ്ടം നമ്പർ, ഈ ക്വാണ്ടം നമ്പേഴ്സുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ കോൺസെപ്റ്റുകളും ഡീറ്റെയിൽ ആയിട്ട് സെറ്റ് അല്ലേ എന്ന് ഉറപ്പുവരുത്തുക. ദെൻ ഈ ചാപ്റ്റർ വലിയ വെയിറ്റേജുള്ള ചാപ്റ്ററാണ്, അതുകൊണ്ടാണ് ഇത്രയധികം ടോപ്പിക്കുകൾ, 11 മാർക്കിനോളം വെയിറ്റേജ് ഉണ്ട്. ദെൻ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് നിയമങ്ങളുണ്ട്. ഓഫ് ബോ പ്രിൻസിപ്പിൾ, പോളീസ് എക്സ്ക്ലൂഷൻ പ്രിൻസിപ്പിൾ, ഹൺസ് റൂൾ ഓഫ് മാക്സിമം മൾട്ടിപ്ലിസിറ്റി, അത്രയും പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ ഷേപ്പ് ഓഫ് ഓർബിറ്റൽ, മോഡലിന് 3Dന്റെ ഷേപ്പ് വരക്കാൻ ചോദിച്ചിരുന്നു. അപ്പോൾ S ഓർബിറ്റലിന്റെ ഷേപ്പുകൾ, Pക്ക് 3 ഓർബിറ്റൽ അതിന്റെ ഷേപ്പുകൾ, Dക്ക് 5 ഓർബിറ്റൽ ഉണ്ട് അവരുടെ ഷേപ്പുകൾ, ഇത്രയും പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ 3ാമത്തെ ചാപ്റ്റർ ക്ലാസിഫിക്കേഷൻ ഓഫ് എലമെന്റ്സ് ആൻഡ് പീരിയോഡിസിറ്റി ഇൻ പ്രോപ്പർട്ടീസ് എന്നുള്ള ചാപ്റ്ററിലേക്ക് വരുമ്പോൾ മക്കളെ മെന്റലിയുടെ പീരിയോഡിക് ലോ എന്താണെന്ന് പറഞ്ഞു പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. മെന്റലിന്റെ പീരിയോഡിക് ലോ പഠിച്ചു കഴിഞ്ഞാൽ മെന്റലിന്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ്, മെന്റലിന്റെ പീരിയോഡിക് ലോയുടെ മെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് പഠിക്കുക. മെറിറ്റ്സ് സെറ്റ് അല്ലേ മെന്റലീവിന്റെ എന്ന് നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ നോക്കേണ്ടത് ഡിമെറിറ്റ്സ്, മെന്റലീവിന്റെ പീരിയോഡിക് ലോ പഠിക്കണം, മെറിറ്റ്സ് പഠിക്കണം, ഡിമെറിറ്റ്സ് പഠിക്കണം. അതിനുശേഷം മോഡേൺ പീരിയോഡിക് ലോയുടെ, മോസ്ലി എന്ന് പറയുന്ന സയന്റിസ്റ്റ് കൊണ്ടുവന്ന മോഡേൺ പീരിയോഡിക് ലോയുടെ സ്റ്റേറ്റ്മെന്റും പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ അയോണിക് റേഡിയസ്, കുറച്ച് പ്രോപ്പർട്ടികളുടെ കൂട്ടത്തിൽ പറയുന്ന അയോണിക് റേഡിയസ്, പാരന്റ് ആറ്റവും കാറ്റവും തമ്മിലുള്ള ബന്ധം, പാരന്റ് ആറ്റവും ആനിയവും തമ്മിലുള്ള ബന്ധം, ആരുടെ സൈസാണ് വലുത് ചെറുത് എന്നൊക്കെ നോക്കുക. ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്, എല്ലാ പ്രാവശ്യം ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണ് ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ്. സെയിം നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉള്ളവരാണ്. അതിന് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ സോഡിയം പ്ലസ് എന്ന് പറഞ്ഞാൽ 10 ഇലക്ട്രോൺ ആണ്, നിയോൺ എന്ന് പറഞ്ഞാൽ 10 ഇലക്ട്രോൺ ആണ്, നിയോൺ F- എന്ന് പറഞ്ഞാൽ 10 ഇലക്ട്രോൺ ആണ്. അപ്പോൾ ഇവരൊക്കെ ഐസോ ഇലക്ട്രോണിക് സ്പീഷീസ് ആണ്. അപ്പോൾ അതും ഒന്ന് പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ
പ്രോപ്പർട്ടീസിൽ വരുന്ന മെയിൻ പോയിന്റ് ആണ് അയോണൈസേഷൻ എൻതാൽപ്പി അഥവാ അയോണൈസേഷൻ എനർജി ഡെൽറ്റ ഐ എച്ച് എന്ന് പറയുന്നത്. അതിന്റെ സ്റ്റേറ്റ്മെന്റും ആ അയോണൈസേഷൻ എൻതാൽപ്പിയുടെ എക്സെപ്ഷണൽ കേസ് ആയിട്ട് ബോറോന്റെയും ബെർലിയത്തിന്റെയും ഓക്സിജന്റെയും നൈട്രജന്റെയും ക്വസ്റ്റ്യൻ എല്ലാ പ്രാവശ്യം വരാറുണ്ട് അയോണൈസേഷൻ എൻതാൽപ്പി. അപ്പോൾ അത് പഠിച്ചില്ലേന്ന് ഉറപ്പിക്കുക. ഇതേപോലെ അയോണൈസേഷൻ എൻതാൽപ്പി പോലെ വരുന്ന മറ്റൊരു ടോപ്പിക്കാണ് ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പി. ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയും ഇതുപോലെ തന്നെ ഗ്രൂപ്പിൽ എങ്ങനെയാണ് താഴോട്ട് എങ്ങനെയാണെന്നൊക്കെ പഠിക്കുക. അവിടെയുണ്ട് എക്സെപ്ഷൻ കേസ്. ഫ്ലൂറിനും ക്ലോറിന്റെയും എക്സെപ്ഷൻ കേസ് അവിടെയും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഫ്ലൂറിനും ക്ലോറിൻ പോലെ തന്നെ ഉള്ള ഒരാളാണ് ഓക്സിജനും സൾഫറും. ആ എക്സെപ്ഷൻ കേസുകളും. അപ്പോൾ അയണൈസേഷൻ എൻതാൽപ്പിയുടെ എക്സെപ്ഷൻ കേസും ഇലക്ട്രോൺ ഗെയിൻ എൻതാൽപ്പിയുടെ എക്സെപ്ഷൻ കേസും പഠിച്ചില്ലെന്ന് ഉറപ്പിക്കുക. ദെൻ ഇലക്ട്രോൺ നെഗറ്റിവിറ്റി. എന്താണ് ഇലക്ട്രോൺ നെഗറ്റിവിറ്റിയുടെ ഡെഫിനിഷനും ഏറ്റവും കൂടുതൽ ഇലക്ട്രോൺ നെഗറ്റീവ് വാല്യൂ ഉള്ള ആൾ ആരാണെന്നുള്ളതും പഠിച്ചു വെക്കുക. ദെൻ അവസാനത്തിലേക്ക് വരുമ്പോൾ അനോമലസ് പ്രോപ്പർട്ടീസ്. സെക്കൻഡ് പീരീഡ് എലമെന്റ്സിന് മാത്രമുള്ള പ്രത്യേക പ്രോപ്പർട്ടി അനോമലസ് പ്രോപ്പർട്ടി. എന്താണ് അനോമലസ് പ്രോപ്പർട്ടി, അതിന്റെ കാരണങ്ങൾ, ആൻഡ് ആ അനോമലസ് പ്രോപ്പർട്ടിന്റെ ബാക്കി പത്രമായിട്ട് വരുന്ന ഡയഗണൽ റിലേഷൻഷിപ്പ്. ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ ഈ ചാപ്റ്ററിന്റെ ഏകദേശം ഒരു പോയിന്റ് സെറ്റ് ആവും. അപ്പൊ അത്രയും ഭാഗങ്ങളും പഠിച്ചില്ലേ എന്ന് നിങ്ങൾ ഉറപ്പുവരുത്തി പോയിക്കൊള്ളുക. ദെൻ നാലാമത്തെ ചാപ്റ്ററിൽ നിന്ന് നിങ്ങൾ നാലാമത്തെ ചാപ്റ്ററാണ് പഠിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ അത് സ്കിപ്പ് ചെയ്യാതെ പഠിക്കുന്നുണ്ടെങ്കിൽ നാലാമത്തെ ചാപ്റ്ററിൽ നിന്ന് ഇതെങ്കിലും പഠിച്ചു പോവുക. ഏതൊക്കെ? ഒക്ടറ്റ് റൂളിന്റെ ലിമിറ്റേഷൻസ് 5 അത് നിങ്ങൾ പഠിക്കുക. ഡൈപോൾ മൊമെന്റ്. എന്താണ് ഡൈപോൾ മൊമെന്റ് എന്നും ആ ഡൈപോൾ മൊമെന്റുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എക്സാമ്പിളുകളും പഠിച്ചില്ലെന്ന് ഉറപ്പിക്കുക. ഫയാൻസ് റൂൾ. എന്താണ് ഫയാൻസ് റൂൾ? ഫയാൻസ് റൂളിന്റെ പ്രകാരമുള്ള പാട്ടൊക്കെ സ്മോളർ ദി സൈസ് ഓഫ് കാറ്റയോൺ, ലാർജർ ദി സൈസ് ഓഫ് ആനയോൺ. കാറ്റ് ചെറുതാവും ആന വലുതാവും എന്നൊക്കെ നമ്മൾ ട്രിക്ക് വെച്ച് പഠിച്ച ആ സാധനം ഫയാൻസ് റൂൾ സെറ്റ് അല്ലേ എന്ന് ഉറപ്പിക്കുക. VSEPR തിയറിയുടെ പോസ്റ്റുലേറ്റ്സ്. വാലൻഷ്യൽ ഇലക്ട്രോൺ പെയർ റിപ്പൾഷൻ തിയറി. ആ പേരിൽ തന്നെ ഉണ്ടായിട്ട് പോസ്റ്റുലേറ്റ്സ് നിങ്ങൾക്ക് അറിയാം. ആ പോയിന്റുകളെല്ലാം ക്ലിയർ അല്ലേ നോക്കുക. ദെൻ VSEPR തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് നിന്ന് കിട്ടുന്ന ആ പോസ്റ്റുലേറ്റ്സ് വെച്ച് നമുക്ക് കിട്ടുന്ന കുറച്ച് കോമ്പൗണ്ടുകളും അവരുടെ ഷേപ്പുകളും അവരുടെ ആംഗിളുകളും പക്ക ക്ലിയർ അല്ലേ എന്ന് ഉറപ്പിച്ചു പോവുക ഈ ടേബിളുകൾ. ദെൻ ഹൈബ്രിഡൈസേഷൻ. വാലൻസ് ബോണ്ട് തിയറിയിൽ നമുക്ക് വരുന്ന ഒരു മെയിൻ ടോപ്പിക്കാണ് ഹൈബ്രിഡൈസേഷൻ. അതിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണെന്നും ഹൈബ്രിഡൈസേഷന്റെ പ്രത്യേകതകൾ എന്താണെന്നും പഠിച്ചു വെച്ച് പോവുക. ദെൻ ഹൈബ്രിഡൈസേഷൻ സിംഗിൾ ബോണ്ടിനാണ് കാർബൺ എങ്കിൽ കാർബൺ സിംഗിൾ ബോണ്ട് ആണെങ്കിൽ എന്താണ് ഹൈബ്രിഡൈസേഷൻ, ഡബിൾ ബോണ്ട് ആണെങ്കിൽ എന്താ, ട്രിപ്പിൾ ബോണ്ട് ആണെങ്കിൽ എന്താണ് ഹൈബ്രിഡൈസേഷൻ എന്നുള്ളത് പഠിക്കുക. ദെൻ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി, അതാണ് MOT. VSEPR തിയറിയുടെ പോസ്റ്റുലേറ്റ്സ് പഠിച്ച പോലെ തന്നെ മോളിക്കുലാർ ഓർബിറ്റൽ തിയറിയുടെ പോസ്റ്റുലേറ്റ്സും സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം. അതും പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ മോളിക്കുലാർ ഓർബിറ്റൽ തിയറി പഠിച്ചു കഴിഞ്ഞാൽ അതിൽ σ1 σ*1 എന്നൊക്കെ എഴുതി കഴിഞ്ഞതിന് ശേഷം അതിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ്, ഒരു മോളിക്യൂളിന്റെ സ്റ്റെബിലിറ്റി എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഒരു മോളിക്യൂളിന്റെ ബോണ്ട് ഓർഡർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക, ഒരു മോളിക്യൂളിന്റെ മാഗ്നറ്റിക് നേച്ചർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്ന് പഠിക്കുക. ദെൻ അവസാനം ഹൈഡ്രജൻ ബോണ്ടിങ്ങിനെ കുറിച്ചും എന്താണ് ഹൈഡ്രജൻ ബോണ്ടിങ് എന്നും 2 ടൈപ്പ് ഹൈഡ്രജൻ ബോണ്ടിങ് ഉണ്ടെന്നും പഠിച്ചാൽ കെമിക്കൽ ബോണ്ടിങ്ങും സെറ്റാണ്. സോ അടുത്ത ആ ടോപ്പിക്കുകളും പഠിച്ചു തരും. ഇനി നിങ്ങൾ തെർമോഡൈനാമിക്സ് സ്കിപ്പ് ചെയ്യാതെ പഠിക്കുന്നുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് അതിൽ നോക്കേണ്ടുന്ന ടോപ്പിക്കുകൾ ഒന്ന് എക്സ്റ്റെൻസീവ് പ്രോപ്പർട്ടി എന്താണ്, ഇന്റൻസീവ് പ്രോപ്പർട്ടി എന്താണ്, അവർ തമ്മിലുള്ള ഡിഫറൻസുകൾ. ദെൻ സ്റ്റേറ്റ് ഫംഗ്ഷനും പാത്ത് ഫംഗ്ഷനും. എന്തൊക്കെയാണ് സ്റ്റേറ്റ് ഫംഗ്ഷനുകൾ, എന്തൊക്കെയാണ് പാത്ത് ഫംഗ്ഷനുകൾ, അതും പഠിച്ചില്ലെന്ന് ഉറപ്പിക്കുക. ദെൻ നമുക്ക് ഇന്റേണൽ എനർജി. എന്താണ് ഇന്റേണൽ എനർജി? ഇന്റേണൽ എനർജി എന്ന് വരുന്ന ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഫസ്റ്റ് ലോ ഓഫ് തെർമോഡൈനാമിക്സിന്റെ മാത്തമാറ്റിക്കൽ ഫോം ഈസി ആയിട്ട് പഠിച്ചെടുക്കാം. അതുകൊണ്ട് പെട്ടെന്ന് ഇങ്ങനെ പഠിച്ചെടുത്തോളൂ. എൻതാൽപ്പി. എന്താണ് എൻതാൽപ്പി, എൻതാൽപ്പിയുടെ ഡെഫിനിഷൻ അതൊന്ന് പഠിച്ചേക്കുക. ഈ എൻതാൽപ്പിയിൽ തന്നെ വരുന്ന 2 ഡിഫറെന്റ് ടൈപ്പ് എൻതാൽപ്പി, കുറെ എൻതാൽപ്പി ഉണ്ട്. അതിൽ മെയിൻ ആയിട്ട് വരുന്ന റിയാക്ഷൻ എൻതാൽപ്പി എന്താണെന്നും ഫോമേഷൻ എൻതാൽപ്പി എന്താണെന്നും പഠിച്ച് സെറ്റാക്കുക. ദെൻ ഹെസസ് ലോ. എന്താണ് ഹെസസ് ലോ, അതിന്റെ സ്റ്റേറ്റ്മെന്റ് പഠിക്കുക. ദെൻ സ്പോണ്ടേനിയസ് പ്രോസസ്സും നോൺ സ്പോണ്ടേനിയസ് പ്രോസസ്സും തമ്മിലുള്ള വ്യത്യാസം, അതിൽ നിന്ന് ഉരുത്തിരിഞ്ഞ് വരുന്ന ഈ എൻട്രോപ്പി, ആ എൻട്രോപ്പി പറഞ്ഞതിന്റെ ശേഷം വരുന്ന സെക്കൻഡ് ലോ ഓഫ് തെർമോഡൈനാമിക്സ്. ഇത്രയും സെറ്റ് അല്ലേ എന്ന് മനസ്സിലാക്കുക. ദെൻ ഏറ്റവും ലാസ്റ്റ് ഈ ചാപ്റ്ററിന്റെ ഗിബ്സ് എനർജി എന്ന് പറയുന്ന ടോപ്പിക്ക്. ഗിബ്സ് എനർജി ആ ഗിബ്സ് എനർജിന്റെ സ്റ്റേറ്റ്മെന്റ് എന്താണ്, ഗിബ്സ് എനർജിയുടെ ഇക്വേഷൻ എന്താണ് എന്നുള്ളതും നിങ്ങൾ കൃത്യമല്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ ഇക്വിലിബ്രിയത്തിലേക്ക് വന്നാൽ, ഇക്വിലിബ്രിയത്തിലേക്ക് വരുമ്പോൾ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം. എന്താണ് ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞാൽ പഠിക്കുക. ദെൻ ഒരു ജനറൽ ഇക്വേഷൻ നിങ്ങൾക്ക് AA + BB gives CC + DD എന്ന് പറയുന്ന ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ KC എങ്ങനെയാണ് കാണുക എന്നുള്ളത് പഠിക്കുക. KC എങ്ങനെ കാണുക? കോൺസെൻട്രേഷൻ ഓഫ് C⁻C ഇൻറ്റു കോൺസെൻട്രേഷൻ ഓഫ് D⁻D. ഇത് ജനറൽ ഇക്വേഷൻ ആണ്. ഇതുപോലെ ഏത് ഇക്വേഷൻ തന്നാലും നിങ്ങൾക്ക് എഴുതാൻ കിട്ടുന്നില്ലേ എന്ന് ഉറപ്പിക്കുക. ഇങ്ങനെ ഈ ഇക്വേഷൻ എഴുതിയ ഈ ഇക്വേഷനാണ് നമ്മൾ ലോ ഓഫ് കെമിക്കൽ ഇക്വിലിബ്രിയം എന്ന് പറയുക. ദെൻ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ KP ആൻഡ് KC. ഈ ഇക്വേഷനിൽ KPയും KC തമ്മിലുള്ള റിലേഷൻ, KP = KC × RT⁴ ഇത് വെച്ചിട്ട് ന്യൂമറിക്കൽ വരാറുണ്ട്. അപ്പൊ റിലേഷൻ പഠിച്ചില്ലെന്ന് ഉറപ്പിക്കുക. എന്താണ് ഹോമോജീനിയസ് ഇക്വിലിബ്രിയം, എന്താണ് ഹെറ്ററോജീനിയസ് ഇക്വിലിബ്രിയം? എല്ലാവരും ഒരേ ഫേസിലാണെങ്കിൽ ഹോമോ, വ്യത്യസ്ത ഫേസിലാണെങ്കിൽ ഹെറ്ററോ. എന്നിട്ട് അതിന്റെ എക്സാമ്പിളും പറഞ്ഞു വെക്കുക. ദെൻ നിങ്ങൾ ചെറിയ ക്ലാസ്സിലെ പഠിക്കുന്ന ലെ ഷാത്ലിയർ പ്രിൻസിപ്പിൾ, സ്റ്റേറ്റ് ലെ ഷാത്ലിയർ പ്രിൻസിപ്പിൾ ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കും. എന്നിട്ട് അതിന്റെ അപ്ലിക്കേഷൻ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ലെ ഷാത്ലിയർ പ്രിൻസിപ്പിൾ എന്താണെന്നുള്ളത് പഠിച്ചു വെച്ച് ഉറപ്പിച്ച് പോയിക്കൊള്ളുക. ദെൻ അയോണിക് ഇക്വിലിബ്രിയം എന്ന് പറയുന്ന ഭാഗത്തിൽ
ബേസ് എന്താ, ആസിഡ് എന്താ, ബേസ് എന്താന്ന് പറയാൻ വേണ്ടി വന്ന 3 കോൺസെപ്റ്റുകൾ പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ഒന്ന് അറീനിയസ് കോൺസെപ്റ്റ്, ദെൻ രണ്ടാമത്തത് ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ്, ആൻഡ് ദ തേർഡ് വൺ ലൂയിസ് കോൺസെപ്റ്റ്. ഈ 3 കോൺസെപ്റ്റുകൾ, അറീനിയസ് കോൺസെപ്റ്റ്, ബ്രോൺസ്റ്റഡ് ലോറി കോൺസെപ്റ്റ്, ലൂയിസ് കോൺസെപ്റ്റ് പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ കോമൺ അയോൺ എഫക്ട്, എപ്പോഴും ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ് കോമൺ അയോൺ എഫക്ട്. അതിന്റെ എക്സാമ്പിൾ അടക്കം പഠിച്ചോളുക. ദെൻ ഹൈഡ്രോലിസിസ് ഓഫ് സോൾട്ട്, ഒരു സോൾട്ടിനെ വെള്ളത്തിലിട്ട് കഴിഞ്ഞാൽ ആ സോൾട്ടിന്റെ സ്വഭാവം അസിഡിക് ആയിരിക്കോ, ബേസിക് ആയിരിക്കോ, ന്യൂട്രൽ ആയിരിക്കോ എന്ന് എങ്ങനെ കണ്ടുപിടിക്കാം, അതുമായിട്ട് ബന്ധപ്പെട്ട പോയിന്റുകൾ പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ഒരു സോൾട്ട് തന്നു കഴിഞ്ഞാൽ അത് അസിഡിക് ആണോ, ബേസിക് ആണോ, ന്യൂട്രൽ ആണോ പറയാൻ അറിയുന്നില്ലേ എന്ന്. ദെൻ ബഫർ സൊല്യൂഷൻ, എന്താണ് ബഫർ സൊല്യൂഷൻ, ആരെയാണ് ബഫർ സൊല്യൂഷൻ, ബഫർ സൊല്യൂഷന്റെ ഡെഫിനിഷൻ എന്താണ്, 2 ടൈപ്പ് ബഫർ സൊല്യൂഷനുകൾ ഉണ്ട്, അതെങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള ടേബിളും പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ സൊല്യൂബിലിറ്റി എന്ന് പറയുന്ന ടേമിൽ എസും കെ എസ് ടിയും തമ്മിലുള്ള റിലേഷൻ എന്താണെന്നും അതിനുള്ള ട്രിക്ക് ഇക്വേഷൻ എന്താണെന്നും അതെങ്ങനെ ബാക്കിയുള്ളതിലേക്ക് അപ്ലൈ ചെയ്യുക എന്നുള്ളതും പഠിക്കുക. വെരി സിമ്പിൾ ആണ് അതൊക്കെ. എക്സ് റേസ് ടു എക്സ് ഇൻറ്റു വൈ റേസ് ടു വൈ ഇൻറ്റു എസ് റേസ് ടു എക്സ് പ്ലസ് വൈ. അതിൽ എക്സ് എന്ന് പറയുന്ന ആദ്യത്തെ ആളുടെ എണ്ണമായിരിക്കും, വൈ എന്ന് പറയുന്നത് രണ്ടാമത്തെ ആളുടെ എണ്ണമായിരിക്കും. അത് വെച്ചിട്ട് നിങ്ങൾക്ക് കെ എസ് പിയും എസും കണ്ടുപിടിക്കാൻ പറ്റും, കെ എസും എസ് പിയും തമ്മിലുള്ള റിലേഷൻ നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഏറ്റവും ചെറിയ ചാപ്റ്ററായ റിഡോക്സ് റിയാക്ഷൻ, പക്ഷെ നിങ്ങൾ കുറച്ച് ചെയ്യാനൊക്കെ ഉള്ളത് അല്ലെ. സ്റ്റോക്ക് നൊട്ടേഷൻ എന്താണ്, ഒരു കോമ്പൗണ്ട് എന്ന അതിലത്തെ മെറ്റലിനെ റോമൻ ലെറ്ററിൽ എഴുതുന്നതാണല്ലോ സ്റ്റോക്ക് നൊട്ടേഷൻ. അപ്പോൾ അത് എങ്ങനെ എഴുതാം, എങ്ങനെയാണ് അത് പറഞ്ഞ് സെറ്റ് ആക്കുക എന്നുള്ളത് പഠിക്കുക. ദെൻ ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ്, 4 ടൈപ്പ് റിഡോക്സ് റിയാക്ഷൻ്റെ കോമ്പിനേഷൻ, ഡീകോമ്പോസിഷൻ, ഡിസ്പ്ലേസ്മെന്റ് തന്നെ 2 മെറ്റൽ ഡിസ്പ്ലേസ്മെന്റും നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റും, ദെൻ ഡിസ്പ്രൊപ്പോർഷനേഷൻ റിയാക്ഷൻ. ഈ ഓരോന്നും എന്താണെന്നും അതിന്റെ എക്സാമ്പിൾ റിയാക്ഷൻസും പഠിച്ചു വെച്ച് സെറ്റ് ആക്കുക. ദെൻ ഈ ചാപ്റ്ററിൽ ബാലൻസ് ചെയ്യാനുണ്ട്, ഇത് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, ഇത് ബാലൻസ് ചെയ്യാനുണ്ട്. അപ്പോൾ ബാലൻസിങ് ഒരു എക്സാമ്പിൾ എടുത്തിട്ട് ബാലൻസിങ് പഠിച്ചില്ലേ എന്ന് പറ്റുമെങ്കിൽ ഓർപ്പിക്കുക. തീരെ സമയമില്ലാത്തൊരു ഇനി അതിലേക്ക് മെനക്കെടേണ്ട, തീരെ അറിയാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ അതും കൂടെ പഠിച്ചു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിന് ഏകദേശം ഒരു ഐഡിയ കിട്ടും. കാരണം ഈ ചാപ്റ്ററിന് ചിലപ്പോൾ ബാലൻസിങ് മാത്രമായിരിക്കും ചിലപ്പോൾ ചോദിക്കുക, പറയാൻ പറ്റില്ല. ദെൻ മക്കളെ ഓർഗാനിക് കെമിസ്ട്രി ഇതേപോലെ വലിയൊരു ചാപ്റ്ററാണ്. അപ്പോൾ ഇതിൽ മെയിൻ ആയിട്ട് തന്നെ ഒരു ഭാഗം വരുന്നത് ഒരു ഡെഫിനിഷൻ, ഹോമോലോഗസ് സീരീസ് എന്താണെന്നുള്ള ഡെഫിനിഷൻ പഠിച്ചു പോയിക്കോളാം. ചിലപ്പം ഡിഫൈൻ ഹോമോലോഗസ് സീരീസ് എന്ന് ചോദ്യം വരാറുണ്ട്. ദെൻ നോമൻക്ലേച്ചർ, ഇതിന്റെ ഒരു വലിയൊരു ഭാഗം വരുന്നത് നോമൻക്ലേച്ചറിലാണ്. കുറേ കോമ്പൗണ്ട് എടുത്തൊരു പേരിടാൻ പഠിക്കുക. സോ തീരെ അറിയാത്തവർ ചിലപ്പോൾ അത് നമുക്ക് നിന്നിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, പക്ഷേ അത്യാവശ്യം അറിയാവുന്നവരാണെങ്കിൽ ജസ്റ്റ് റൂളൊക്കെ നോക്കി കുറേ എക്സാമ്പിൾ വെച്ചിട്ട് പഠിച്ചാൽ മതി. അപ്പോൾ അതിൽ നിങ്ങളെ സഹായിക്കുന്ന UPSC റൂളിൽ നിങ്ങളെ സഹായിക്കുന്ന ഒരു ടേബിളാണിത്. ഓരോ ടേമും വന്നാൽ പ്രിഫിക്സ് ആയിട്ടും സഫിക്സ് ആയിട്ടും എങ്ങനെ പറയും എന്നുള്ള പേരുകൾ. ദെൻ നോമൻക്ലേച്ചർ കഴിഞ്ഞാൽ ഐസോമറിസ് ആണ്. 2 ടൈപ്പ് ഐസോമറിസം, ആ 2 ടൈപ്പിൽ തന്നെ 4ഉം 2ഉമായിട്ട് തരംതിരിച്ച പല ടൈപ്പ് ഐസോമറിസങ്ങളുണ്ട്. ആ ഐസോമറിസങ്ങളെല്ലാം സ്ട്രക്ചറൽ ഐസോമറിസം, അതുപോലെ തന്നെ ചെയിൻ. ഇത് ഞാൻ തന്നെ എല്ലാം പഠിക്കണം എന്ന് പറയുന്നത് വെച്ചാൽ ഇത് സിമ്പിളായിട്ട് നിങ്ങൾക്ക് പഠിച്ചെടുക്കാം, പെട്ടെന്ന് മാർക്ക് വാങ്ങിയെടുക്കാവുന്ന ഒരു ടോപ്പിക്കും കൂടിയാണ്. സോ ഇത് ഉറപ്പിച്ച് പോയിക്കോളൂ. പൊസിഷൻ, ഫങ്ഷണൽ, മെറ്റാമറിസം. ദെൻ ഐസോമറിസം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഫിഷൻ ഓഫ് കോവലന്റ് ബോണ്ട്, 2 ടൈപ്പ് ബോണ്ട് ബ്രേക്കിംഗ് ഉണ്ട്, ഹോമോലിസിസും മെട്രോലിസിസും. ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റും എന്താണെന്നുള്ള പോയിന്റുകൾ, അതും പഠിച്ചു വെക്കുക. ഇലക്ട്രോഫൈൽസ്, ന്യൂക്ലിയോഫൈൽസ്, എല്ലാ പ്രാവശ്യം ഡിഫറൻഷിയേറ്റ് ബിറ്റ്വീൻ ഇലക്ട്രോഫൈൽസ് ആൻഡ് ന്യൂക്ലിയോഫൈൽസ്, അതും എളുപ്പത്തിൽ പറയാൻ പറ്റും. ദെൻ കുറേ എഫക്റ്റുകൾ ഉണ്ട്, അതിൽ നിർബന്ധമായിട്ട് നിങ്ങൾ ഇൻഡക്റ്റീവ് എഫക്റ്റ് അത് പഠിച്ചില്ലെന്ന് ഉറപ്പിക്കുക. ഇലക്ട്രോമെറിക് എഫക്റ്റ്, ഇൻഡക്റ്റീവ് എഫക്റ്റ് ഇലക്ട്രോമെറിക് എഫക്റ്റ് തമ്മിൽ ഡിഫറൻസുകളുണ്ട്, അത് പഠിക്കുക. ദെൻ ഹൈപ്പർ കോൺജുഗേഷൻ എക്സാമ്പിൾ വന്നിട്ടോ ഡെഫിനിഷൻ ചോദിക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഹൈപ്പർ കോൺജുഗേഷൻ പഠിച്ചില്ലെന്ന് ഉറപ്പിക്കുക. ദെൻ ഈ ചാപ്റ്ററിന്റെ 2ാം ഭാഗം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ഇവിടെ പ്യൂരിഫിക്കേഷൻ മെത്തേഡിൽ. ജസ്റ്റ് ആ പ്യൂരിഫിക്കേഷന്റെ എന്താണ് ടേമുകൾ, സബ്ലിമേഷൻ, അതുപോലെ തന്നെ സിമ്പിൾ ക്രിസ്റ്റലൈസേഷൻ, ഡിസ്റ്റിലേഷൻ, ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ, സ്റ്റീം ഡിസ്റ്റിലേഷൻ, ഇത്രയും ഭാഗങ്ങൾ പഠിച്ചില്ലെന്ന് ഉറപ്പിക്കുക. ഇതിൽ നിങ്ങൾ ആകട്ടെ എക്സാമ്പിൾ പഠിക്കേണ്ടത് ഡിസ്റ്റിലേഷന്റെ എക്സാമ്പിൾ നിങ്ങൾ പഠിച്ചില്ലെന്ന് ഉറപ്പിക്കുക. എക്സാമ്പിളാണ് സാധാരണ ഇതിൽ നിന്ന് ചോദിക്കുക. അതുപോലെ തന്നെ ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷന്റെ എക്സാമ്പിൾ പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. അത് ക്രൂഡ് ഓയിൽ മാത്രം പഠിച്ചാൽ മതി. സെപ്പറേഷൻ ഓഫ് പെട്രോളിയം അത് മാത്രം പഠിച്ചാൽ, അതേ മാത്രമേ നിങ്ങൾ ബുക്കിലുള്ളൂ. ഫ്രാക്ഷണൽ ഡിസ്റ്റിലേഷൻ പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ഡിസ്റ്റിലേഷൻ അണ്ടർ റെഡ്യൂസ്ഡ് പ്രഷർ, ഗ്ലിസറോൾ ഫ്രം സ്പെൻഡിലൈൻ, അതും പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. അത് മാത്രമേ ചോദിക്കുള്ളൂ. ദെൻ സ്റ്റീം ഡിസ്റ്റിലേഷന്റെ എക്സാമ്പിൾ നിങ്ങളുടെ +1 ബുക്കിലില്ല, പിന്നെ +2 നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. സോ ബാക്കി എന്താണ് അത് ചെയ്യുന്നത്, അതിന്റെ ടെക്നിക്ക് മാത്രം കാണാപാഠം അങ്ങനെ എല്ലാം കൂടെ പഠിക്കണം എന്നില്ല, അത് പഠിക്കുക. ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ, എന്താണ് ഡിഫറൻഷ്യൽ എക്സ്ട്രാക്ഷൻ എന്ന് ജസ്റ്റ് പഠിച്ചു വെക്കുക. ദെൻ ക്വാളിറ്റേറ്റീവ് അനാലിസിസ് എന്ന് പറയുന്ന ഭാഗത്ത് നമ്മുടെ ലസൈൻ ടെസ്റ്റ് നടത്തിയതിനു ശേഷം നമ്മൾ എങ്ങനെയാണ് നൈട്രേനെ കണ്ടെത്തുക, നമ്മളെങ്ങനെയാണ് ഹാലോജനെ കണ്ടെത്തുക, നമ്മളെങ്ങനെയാണ് സൾഫറിനെ കണ്ടെത്തുക, ഫോസ്ഫറസിനെ കണ്ടെത്തുക എന്നുള്ള കുറേ ടേമുകളുണ്ട്. അതിൽ നിർബന്ധമായിട്ടും നൈട്രജനെയും ഹാലോജനെയും കണ്ടെത്തുന്ന ടെസ്റ്റ് നിർബന്ധമായിട്ടും പഠിച്ചില്ലെന്ന് ഉറപ്പിക്കുക. ലസൈൻ ടെസ്റ്റിലേക്ക് എന്തൊക്കെയാണ് ചേർക്കേണ്ടതെന്നും അതിന്റെ ഇക്വേഷൻ ഒന്നും പഠിക്കണമെന്നില്ല, ഇങ്ങനെ ഉണ്ടാകുന്ന ഇക്വേഷൻ ഒന്നും പഠിക്കേണ്ട. പകരം നൈട്രജൻ ചേർത്താൽ ഹാലോജൻ ചേർത്താൽ എന്താണ് റിയാക്ഷൻ നടക്കുന്നത്, എന്ത് കളറാണ് വരുന്നത് എന്നൊക്കെ ഒന്ന് പഠിച്ചു വെക്കുക, നിങ്ങൾക്ക് അറിയുമായിരിക്കും. ദെൻ മക്കളെ
എസ്റ്റിമേഷൻ ക്വാണ്ടിറ്റേറ്റീവ് അനാലിസിസിൽ ഡ്യൂമാസ് മെത്തഡ്, സയന്റിസ്റ്റുകളുടെ പേരിൽ വരുന്ന 2 മെത്തഡാണ്. ഒന്ന് ഡ്യൂമാസ് മെത്തഡും മറ്റൊന്ന് ജെൽദാൽ മെത്തഡും. ഒന്ന് വേണമെങ്കിൽ എഴുതി വെച്ചോ, ഡ്യൂമാസും ജെൽദാൽസും. അത് പഠിച്ച് ഉറപ്പിച്ച് പോയിക്കൊള്ളുക. അത് പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കണം. ഡ്യൂമാസും ജെൽദാൽസും. ദെൻ ഹൈഡ്രോ കാർബൺസിൽ വരികയാണെങ്കിൽ ഇതേപോലെ സയന്റിസ്റ്റുകളുടെ പേരിൽ കുറേ റിയാക്ഷൻ ഉണ്ട്. അപ്പം ആ റിയാക്ഷനുകളൊക്കെ പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. അതായത് ഒന്നാമത്തത് ഹൈഡ്രോജിനേഷൻ. നിങ്ങൾ ഡബിൾ ബോണ്ടിലേക്കോ ട്രിപ്പിൾ ബോണ്ടിലേക്കോ ഹൈഡ്രജൻ ആഡ് ചെയ്താൽ സിംഗിൾ ബോണ്ട് ആക്കുന്ന കേസ്, അഥവാ അൺസാച്ചുറേറ്റഡിനെ സാച്ചുറേറ്റഡ് ആക്കുന്ന ടെസ്റ്റുകൾ. H2 ഇൻ ദ പ്രസൻസ് ഓഫ് NiPDPT, അത് പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ വൂഡ്സ് റിയാക്ഷൻ, സയന്റിസ്റ്റിന്റെ പേരുള്ള വൂഡ്സ് റിയാക്ഷൻ, അത് നിർബന്ധമായിട്ടും വരുന്ന ചോദ്യമാണ്, പഠിച്ചു വെച്ചോളൂ. ദെൻ കോൾബ്സ് ഇലക്ട്രോലിറ്റിക് മെത്തഡ്, കോൾബ് എന്ന് പറയുന്ന സയന്റിസ്റ്റ് കറന്റ് കടത്തി വിട്ട് നടത്തിയ റിയാക്ഷൻ, അതും സെറ്റ് അല്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ അരോമറ്റൈസേഷൻ. അരോമറ്റൈസേഷൻ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ഒരു ആൽക്കെയിനെ അരോമാറ്റിക് കോമ്പൗണ്ട് ആയിട്ട് മാറ്റുന്ന ടെസ്റ്റ് ആണ്, റിയാക്ഷൻ ആണ്. ആ റിയാക്ഷനിൽ ആരെയാണ് കാറ്റലിസ്റ്റ് ആയിട്ട് ചേർക്കുന്നത്? വിക്രമിനെ ചേർക്കുന്ന നമ്മൾ ട്രിക്ക് വെച്ച് പഠിച്ചിരുന്നു, അത് നോക്കുക. കൺഫോർമേഷൻസ്, ആൽക്കെയിൻ്റെ ഒരു മെയിൻ ഒരു സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ആണ് കൺഫോർമേഷൻ. അതിൽ ഈ ചിത്രങ്ങൾ വരയ്ക്കാൻ സോഹോൾസ് പ്രൊജക്ഷനും ന്യൂമാൻ പ്രൊജക്ഷനും എല്ലാ പ്രാവശ്യവും ചോദിക്കാറുണ്ട്. ആ കൺഫോർമേഷൻ, സ്റ്റെബിലിറ്റി, ഇതിൽ ഏതിനാണ് സ്റ്റെബിലിറ്റി കൂടുതൽ? സ്റ്റാഗേർഡിനാണ്. അതിന്റെ കാരണം അത് സിമ്പിൾ, ഇത് ഏറ്റവും ഈസി ആയിട്ട് പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ഹൈഡ്രോ കാർബൺസ്. അപ്പൊ ഇത് വിടേണ്ട, ഒരിക്കലും വിടണ്ട, വരച്ചങ്ങ് പഠിച്ചോ. ദെൻ ആൽക്കീൻസിനെ കുറിച്ച് പഠിക്കുമ്പോൾ ഇതേപോലെ എളുപ്പത്തിൽ പഠിക്കാവുന്ന ടോപ്പിക്കാണ് ഐസോമറിസം, ജിയോമെട്രിക്കൽ ഐസോമറിസം. അതിൽ സിസ് എന്താ, ട്രാൻസ് എന്താണെന്നും അതിന്റെ ചില എക്സാമ്പിളുകളൊക്കെ, സിസും ട്രാൻസും കാണിക്കുന്ന ഐസോമറിസത്തിന്റെ ചില എക്സാമ്പിളൊക്കെ വരച്ചങ്ങ് പഠിച്ചോളുക. ദെൻ ആൽക്കഹോൾസിനെ ഡീഹൈഡ്രേഷൻ നടത്തുന്ന റിയാക്ഷൻ, അഥവാ നിങ്ങളുടെ കയ്യിൽ ഒരു ആൽക്കഹോൾ ഉണ്ടെങ്കിൽ അതിലേക്ക് കോൺസെൻട്രേറ്റഡ് സൾഫ്യൂരിക് ആസിഡ് എടുത്തിട്ട് ആൽക്കീനാക്കുന്ന, ആൽക്കഹോളിനെ ആൽക്കീനാക്കുന്ന ഡീഹൈഡ്രേഷൻ റിയാക്ഷൻ. ദെൻ ഈ ചാപ്റ്ററിൽ ഹൈ പ്രയോറിറ്റി ഉള്ള ഒരു ടോപ്പിക്കാണ് മാർക്കോണിക്കോഫ് റൂൾ. മാർക്കോണിക്കോഫ് റൂൾ എന്താണെന്നും ആന്റി മാർക്കോണിക്കോഫ് റൂൾ എന്താണെന്നും, അഥവാ ആന്റി മാർക്കോണിക്കോഫ് റൂളിന്റെ മറ്റൊരു പേര് പെറോക്സൈഡ് എഫക്റ്റ് കറക്ഷൻ. അത് നിർബന്ധം, അത് പഠിച്ചനെ പോയിക്കോ, എന്തായാലും ക്വസ്റ്റ്യൻ വരുന്ന ഒരു ടോപ്പിക്കാണത്. ദെൻ മക്കളെ, ഓക്സിഡേഷൻ, ബേയേഴ്സ് റിയേജന്റ് എന്ന് പറയുന്നത് ആരാണെന്നും ബേയേഴ്സ് റിയേജന്റ് ചേർത്താൽ എന്താ സംഭവിക്കുക എന്നുള്ള റിയാക്ഷനും പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ഓസോണോലിസിസ്, ആ പേരിൽ തന്നെ ചോദിക്കും റിയാക്ഷൻസ്. ഓസോണോലിസിൽ എന്താ നടക്കുന്നതെന്നും അതിന്റെ എക്സാമ്പിൾ വെച്ചിട്ട് എഴുതി പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ ആൽക്കൈൻസിന്റെ അസിഡിറ്റി, ആൽക്കീനും ആൽക്കൈനും ഇല്ലാത്തൊരു അസിഡിറ്റി ആൽക്കൈൻ ഉണ്ട്, അതിന്റെ കാരണം എന്താണെന്നും ആ കാരണം പറയുന്ന റിയാക്ഷൻ ഒന്ന് എഴുതി നോക്കുക, പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ആൽക്കൈൻസിന്റെ അസിഡിറ്റി, കാരണം ആൽക്കൈൻസിലൊക്കെ അതന്നെ മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത്. ആൽക്കൈൻസിൽ മെയിൻ ആയിട്ട് പഠിക്കുന്ന മറ്റൊരു സാധനം സൈക്ലിക് പോളിമറൈസേഷൻ. ആൽക്കൈൻസിന്റെ സൈക്ലിക് റെഡ് ഹോട്ട് അയൺ ട്യൂബിൽ ഇട്ടൊരു ബെൻസീൻ ഉണ്ടാക്കുന്ന സൈക്ലിക് പോളിമറൈസേഷൻ, അത് പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ മക്കളെ, ഹക്കൽ റൂൾ ഓഫ് അരോമാറ്റിസിറ്റി, ഇവിടെ പഠിക്കാവുന്ന മറ്റൊരു പോയിന്റ് ആണ്. ഒരു കോമ്പൗണ്ട് അരോമാറ്റിക് ആണോ അല്ലേ എന്ന് പറയാനുള്ള ഹക്കൽ എന്ന് പറയുന്ന സയന്റിസ്റ്റിന്റെ ഒരു റൂൾ ഉണ്ട്, അത് വെച്ചിട്ട് ഹക്കൽ റൂൾ ഓഫ് അരോമാറ്റിസിറ്റി പഠിക്കുക. ദെൻ ബെൻസീൻ തരുന്ന റിയാക്ഷനുകളിൽ ഒന്നാണ് നൈട്രേഷൻ, ഇലക്ട്രോഫിലിക് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്ന ഹെഡിങ്ങിൽ നൈട്രേഷൻ എന്താണെന്നും അതിന്റെ സാധാരണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് നൈട്രേഷൻ. അതുപോലെ തന്നെ ഹാലോജിനേഷൻ, ഹാലോജൻ ചേർക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രൊഡക്റ്റ് എന്താണെന്നും. ദെൻ ഫ്രിഡൽ ക്രാഫ്സ് ആൽക്കൈലേഷൻ, ഫ്രിഡൽ ക്രാഫ്സ് അസൈലേഷൻ, ഇത്രയും പഠിച്ചില്ലേ എന്ന് ഉറപ്പിക്കുക. ദെൻ അഡീഷൻ റിയാക്ഷൻ, ഇതിൽ ഒരു ബെൻസീനിലേക്ക് 3 H2 ചേർത്താൽ എന്ത് റിയാക്ഷൻ, 3 Cl2 ചേർത്താൽ എന്ത് റിയാക്ഷൻ, ഇതൊക്കെ അതുപോലെ എക്സാമിന് ക്വസ്റ്റ്യൻ വരും. ഇതങ്ങനെ തന്നെ എഴുതിയിട്ട് കംപ്ലീറ്റ് റിയാക്ഷൻ എന്ന് പറയാറുണ്ട് സാധാരണ. അപ്പോൾ ഒരു ബെൻസീനിലേക്ക് 3 H2 ചേർത്താൽ എന്താണ്, 3 Cl2 ചേർത്താൽ എന്താണ് എന്നും കൂടെ പഠിച്ചോളുക. സോ ഇത്രയും ചാപ്റ്ററിൽ നിന്ന് നിങ്ങളൊരു ചാപ്റ്റർ എടുത്തിട്ട് പഠിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ ഈ ടോപ്പിക്കുകളെങ്കിലും നിർബന്ധമായിട്ടും പഠിച്ച് പോയിക്കൊള്ളുക. അതാണ് എനിക്ക് പറയാനുള്ളത്. സോ വിഷ് യു ഓൾ ദ ബെസ്റ്റ്.